രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പൊതുവേദികളിൽ സജീവമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം LDF സർക്കാരിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമായിട്ട് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി പങ്കിട്ടത് നമ്മൾ കണ്ടു. എന്നാൽ മാങ്കൂട്ടത്തിനോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് VD സതീശൻ. മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വടം വലിച്ചത് VD സതീശനായിരുന്നു. സതീശനുമായി ഏറെ അടുപ്പമുള്ള സിനിമാ നടി റിനിയാണ് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഇതോടെയാണ് സതീശൻ കലിപ്പിലായത്. പിന്നാലെ പാർട്ടിക്കുള്ളിൽ കലാപമുയർത്തിയ VD സതീശൻ രാഹുലിനെ പുറത്താക്കുന്നതിൽ വരെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു. ഇതിന് പിന്നാലെ തകർന്നടിഞ്ഞത് കോൺഗ്രസിലെ സതീശൻ ബ്രിഗേഡ് എന്നറിയപ്പെടുന്ന സംഘമാണ്. സതീശനെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വാഴിക്കാൻ ഇറങ്ങിത്തിരിച്ച ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സതീശന് മുന്നിൽ തകർന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. സതീശനെ മൂലക്കിരുത്തി KC വേണുഗോപാലിന് പിന്നിൽ അണിനിരക്കുകയാണ് ഷാഫിയും രാഹുലും ചെയ്തത്. ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് രാഹുലിനെ പൂട്ടാൻ പിണറായി വിജയനും CPM-ഉം നോക്കി പരാജയപ്പെട്ടതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മാറി. എന്നാൽ അപ്പോഴും രാഹുലിനോട് ക്ഷമിക്കാൻ സതീശന് സാധിച്ചിരുന്നില്ല. വിഷയം കത്തി നിന്നപ്പോൾ കേരള നിയമസഭയിലെത്തിയ രാഹുലിനോട് ഇറങ്ങിപ്പോകാൻ വരെ പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് സതീശൻ മാറി. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പൊതുവേദിയിലേക്ക് ആ ഏറ്റുമുട്ടൽ മാറിയത്. ആശാ വർക്കർമാർ സമരം അവസാനിപ്പിച്ച് മടങ്ങുന്ന തലസ്ഥാനത്തെ സമരഭൂമിയിലേക്ക് ആദ്യമെത്തിയത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് VD സതീശൻ. സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് TV-യിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശാ വർക്കർമാരുടെ സമരവേദിയിൽ ഇരിക്കുന്നത് ലൈവായി കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ സതീശന്റെ ഫോൺ കോൾ സമരപന്തലിലേക്ക് എത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ തുടരാനാണ് ഭാവമെങ്കിൽ ആ വേദിയിലേക്ക് എത്തില്ലെന്ന് സതീശൻ കട്ടായം പറഞ്ഞു. ഇത് സമരക്കാർ രാഹുലിനെ അറിയിച്ചു. ഇതോടെ ഒന്നും മിണ്ടാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരപന്തലിൽ നിന്ന് യാത്ര തിരിച്ചു. ഇതിനുശേഷമാണ് VD സതീശൻ സമരപന്തലിലെത്തിയത്. 2 വലിയ തെരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുമ്പോൾ നിർണായക ദിനങ്ങളിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം നയിക്കുന്ന 2 നേതാക്കൾ ഈ രീതിയിൽ പരസ്പരം ഏറ്റുമുട്ടിയാൽ അത് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കും എന്ന കാര്യത്തിൽ 2 പക്ഷമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ ഇല്ല എന്നത് വാസ്തവമാണ്. എന്നാൽ കോൺഗ്രസ് നേതാവാണ് രാഹുൽ എന്ന കാര്യത്തിൽ 2 പക്ഷവുമില്ല. താൽക്കാലികമായി ഒരു മാറ്റി നിർത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അത് മാറുമ്പോൾ രാഹുൽ പൂർവാധികം ശക്തിയോടെ കോൺഗ്രസിൽ മടങ്ങിയെത്തും. അപ്പോഴും സതീശൻ തന്റെ വിരോധം ബാക്കി നിർത്തുമോ എന്ന ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലം മുന്നിലുള്ളതുകൊണ്ട് തന്നെ ഇനി പല വേദികളിലും ഈ നേതാക്കൾ പരസ്പരം കണ്ടുമുട്ടേണ്ടി വരും. ഇതാണ് നിലപാടെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് മറ്റണികൾ ചോദിക്കുന്നത്. എന്തായാലും നാടകീയ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. വീഡിയോ കാണാം. സന്തോഷം പങ്കുവെക്കാൻ, ദുഃഖം പങ്കുവെക്കാൻ, എല്ലാത്തിനും ഒരു വേദിയായി ഒരുങ്ങിയെന്ന് ഞങ്ങൾ വലിയൊരു കുടുംബമായി കഴിഞ്ഞ 8 മാസമായി കഴിഞ്ഞ ഈ സ്ഥലം ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളുണ്ട്. എങ്കിലും കൂടുതൽ ഉയർന്ന ഒരു ഘട്ടത്തിലേക്ക് വീര്യം വീണ്ടെടുത്തുകൊണ്ട് ഇത്രയും നാൾ പ്രദർശിപ്പിച്ച അതേ പോരാട്ട വീര്യത്തോട് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായി ഇപ്പോൾ ജില്ലകളിലേക്ക് പോകുന്നത്. നമ്മൾ സമരത്തിന്റെ 1ാം വാർഷികം ഫെബ്രുവരി 10-ന് നമ്മൾ വീണ്ടും ഇവിടെ മഹാറാലിയായി തിരിച്ചെത്തും. ഈ ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ട് കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഈ സമരത്തിൽ നിന്ന് പിന്തുണയുന്നു എന്ന് മാത്രം പറഞ്ഞാണ്. ഞാൻ വേറെ പത്രസമ്മേളനം നടത്തി പറഞ്ഞോളൂ കേട്ടോ. രാവിലെ രാവിലെ എങ്ങനെ ഇത് കഴിയുന്നത്? ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടോ? രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടോ? അല്ല, രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടോ? ഒരു പെൺകുട്ടിയുടെ ശബ്ദ മറുപടി അല്ല, ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല. അഞ്ജനയുടെ കേസ് എന്തായി? അത് ഞാൻ അല്ല, രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ. അല്ല, നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെ പറ്റി കേൾക്കാൻ താല്പര്യമല്ലോ. ആശമാരുടെ സമരത്തെ പറ്റി പറയാം. നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക താല്പര്യം ഉണ്ടെന്നറിയാം. അതുകൂടെ അല്ല, ഞാൻ ചൂടായില്ല, കൂളാണ്. അയ്യോ എന്റെ പോലീസ് രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക
ശമ്പളം ഉണ്ട്. ഓഡിയോ കുത്തിത്തിരിപ്പാണ്. അല്ല നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ? ഓഡിയോ കുത്തിത്തിരിപ്പ്. നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ ചങ്ങാതി? നേതാവായിരുന്നു ആശാ സമരം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത്. അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCCയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അല്ല ഞാൻ അറിഞ്ഞില്ല. സ്വാഭാവികം അല്ല എന്റെ ചങ്ങാതി എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തിത്തിരിപ്പൊന്നും നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. അത് വിട. ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1000 രൂപ പോലും കൂട്ടാൻ കഴിയില്ല, കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ്, കേന്ദ്രമാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ 1000 രൂപ കൂട്ടി. 1000 രൂപ കൂട്ടിയത് എല്ലാം ആയി എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം അന്നേരം കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 260 രൂപയോ മറ്റോ ആണ് ആശാ വർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് വരുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? അപ്പോഴും 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം. അപ്പോൾ ഇപ്പൊ 1000 രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാ? അപ്പൊ അവർക്ക് റോൾ ഉണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ റോൾ ഉണ്ടായിരുന്ന ആളുകൾ ഈ 260 സതീഷ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരുന്നു. ഇപ്പൊ രാഹുൽ ഈ മുഖ്യധാരയിലേക്ക് എത്തിയത്, ആശാ സമരത്തിൽ വന്ന് പങ്കെടുത്തത് പാർട്ടി നേതൃത്വത്തിന്റെയും VD സതീശന്റെയും അനുമതി ഇല്ലാതെയാണോ? വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട്